നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. മൂന്നാർ കയ്യേറ്റമൊഴിപ്പിക്കലിൽ നിലപാട് ആവർത്തിച്ച് CPI. കയ്യേറ്റമൊഴിപ്പിക്കാൻ മണ്ണുമാന്തി വേണ്ട, നിശ്ചയദാർഢ്യം മതി. കയ്യേറ്റമൊഴിപ്പിക്കൽ നിയമപരമായി നടത്തും. JCB ഒഴിപ്പിക്കാൻ ഇപ്പോൾ എന്തിനാ JCB? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല നിശ്ചയദാർഢ്യം മതി. JCB എല്ലാവരും ഒഴിപ്പിക്കാം. കുരിശ് നീക്കിയതിനെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി കയ്യേറ്റക്കാർക്ക് അനുകൂലമെന്ന് വ്യാഖ്യാനിച്ചാൽ തെറ്റില്ലെന്ന് പ്രകാശ് ബാബു. സബ് കളക്ടറെ അധിക്ഷേപിച്ച് MM മണി. ശ്രീറാം വെങ്കിട്ടരാമൻ RSSന് വേണ്ടി ഉപജാപം നടത്തുന്നു. പാപ്പാത്തിച്ചോലയിൽ സർക്കാർ ഭൂമി അളന്നു തിരിക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനം. കയ്യേറ്റ പ്രദേശത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കും. കുരിശ് സ്ഥാപിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരാണെന്ന് റവന്യൂ മന്ത്രി. കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടരും. ഈ കേരളത്തിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരിൽ ഒരാളാണ് അവിടെ കയ്യേറി കുരിശ് വെച്ചത്. അവരെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. പുതുതായി ഇന്നലെ വരികയോ ഇന്ന് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാം. രണ്ടാമത് കുരിശ് സ്ഥാപിച്ച കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. ദേവികുളത്ത് ദേവസ്വം ബോർഡ് 21 ഹെക്ടർ ഭൂമി കയ്യേറി. സർക്കാരിന്റെ നയം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് പോലീസ് മേധാവിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി. മൂന്നാം മുറ അനുവദിക്കില്ല. പോലീസിന്റെ പ്രവർത്തനം സ്ത്രീ സൗഹൃദമാവണം. ക്രിമിനൽ വൽക്കരണം അനുവദിക്കില്ല. അന്വേഷണത്തിൽ വിട്ടുവീഴ്ച വേണ്ട. സീതാറാം യെച്ചൂരി രാജ്യസഭയിലേക്ക് മത്സരിച്ചാൽ പിന്തുണയ്ക്കാമെന്ന് കോൺഗ്രസ്. ഇടതിന് പിന്തുണ. യെച്ചൂരി സ്ഥാനാർത്ഥിയാണെങ്കിൽ മാത്രം. കോൺഗ്രസിന്റെ പിന്തുണയോടെ രാജ്യസഭയിൽ എത്തേണ്ട കാര്യമില്ലെന്ന് CPIM നേതാക്കൾ. 2 ചിഹ്നം കിട്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോഴ കൊടുക്കാൻ ശ്രമിച്ച കേസിൽ AIADMK നേതാവ് ദിനകരനെ ചോദ്യം ചെയ്യുന്നു. ദിനകരനൊപ്പം സുകേഷ് ചന്ദ്രശേഖരനെയും ചോദ്യം ചെയ്യുന്നു. ഉത്തരം തൃപ്തികരമല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടായേക്കും. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. മൂന്നാറിൽ കയ്യേറ്റമൊഴിപ്പിക്കൽ നിന്നു എന്നത് തെറ്റിദ്ധാരണയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. കയ്യേറ്റ കുരിശൊഴിപ്പിച്ചതിനെ ന്യായീകരിച്ചുള്ള ജനയോഗത്തിന്റെ മുഖപ്രസംഗത്തിന് പിന്നാലെയാണ് കാനത്തിന്റെ പ്രതികരണം. കയ്യേറ്റമൊഴിപ്പിക്കലിൽ അഭിപ്രായ വ്യത്യാസമിൽ ഉണ്ടാവില്ലെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരനും വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രിയുടെ നിലപാട് കയ്യേറ്റക്കാർക്ക് ഊർജ്ജമായെന്ന് വ്യാഖ്യാനിക്കാമെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു റിപ്പോർട്ടറോട് പറഞ്ഞു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ JCB വേണ്ടെന്നും നിശ്ചയദാർഢ്യം മതിയെന്നുമാണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിലപാട്. മൂന്നാർ ദൗത്യം നിലച്ചുവെന്നത് തെറ്റിദ്ധാരണയാണെന്നും കാനം പറഞ്ഞു. വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കും. ഒഴിപ്പിക്കാൻ ഇപ്പോൾ എന്തിനാ JCB? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല നിശ്ചയദാർഢ്യം മതി. JCB എല്ലാവരും ഒഴിപ്പിക്കാം. കയ്യേറ്റക്കുരിശ് നീക്കിയതിനെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഭൂമാഫിയയ്ക്ക് ഊർജ്ജം പകർന്നെന്ന് വ്യാഖ്യാനിച്ചാൽ തെറ്റില്ലെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു റിപ്പോർട്ടറോട് പറഞ്ഞു. സർവകക്ഷി യോഗവും കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ഒരു ബന്ധവുമില്ല. കുരിശ് പൊളിച്ചത് ശരിയായില്ല എന്നുള്ള ഒരു നിലപാട് പറഞ്ഞപ്പോൾ അത് കയ്യേറ്റക്കാർക്ക്, കുരിശ് സ്ഥാപിച്ചവർക്ക്, കയ്യേറ്റക്കാർക്കല്ല, കുരിശ് സ്ഥാപിച്ച ആളുകൾക്ക് അത് ഊർജ്ജം പകരുന്നതാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. സർവകക്ഷി യോഗം അവിടെ കൂടുന്നതും ഇതുമായിട്ട് വലിയ ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതേസമയം മൂന്നാറിൽ കയ്യേറ്റക്കുരിശ് ഒഴിപ്പിച്ചതിനെ ശക്തമായി ന്യായീകരിച്ച CPI മുഖപത്രം ജനയുഗം രംഗത്തെത്തി. മതപ്രതീകങ്ങളുടെ ദുരുപയോഗത്തെ പിന്തുണയ്ക്കുന്നവർ അനാചാരത്തിന് സംരക്ഷണ കവചമൊരുക്കുകയാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തി. മതപ്രതീകങ്ങൾ ഉപയോഗിച്ച് മാഫിയ നടത്തുന്ന ക്രിമിനൽ വൽക്കരണത്തെ ജനം അംഗീകരിക്കില്ലെന്നും എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നു. മൂന്നാറിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ തുടരുമെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും മന്ത്രി പറഞ്ഞു. കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് തന്നെയാണ് ഗവൺമെൻറ് തീരുമാനം. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ റവന്യൂ മന്ത്രി ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്ത് നടത്തിയ യോഗത്തിൻ്റെ തീരുമാനവും ഒരു കാരണവശാലും കയ്യേറ്റം അനുവദിക്കില്ല, കയ്യേറ്റം ഒഴിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ്. മുന്നണി ഭരണ സംവിധാനത്തിൽ മുഖ്യമന്ത്രിക്ക് ധാരാളം പരിമിതികളുണ്ടെന്ന CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ തുറന്നടിച്ചു. ഇത് മുഖ്യമന്ത്രി തിരിച്ചറിയണമെന്നും തിരിച്ചറിയുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ടെന്നും ശിവരാമൻ റിപ്പോർട്ടറോട് പറഞ്ഞു. ആ മുന്നണി ഭരണ സംവിധാനത്തിൽ മുഖ്യമന്ത്രിക്ക് ധാരാളം പരിമിതികളുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ ആഞ്ഞടിച്ച് MM മണി. പാപ്പാത്തിച്ചോലയിലെ കുരിശ് നീക്കം ചെയ്തത് അയോധ്യയിൽ പള്ളി പൊളിച്ചതുപോലെയാണ്. സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ RSSന് വേണ്ടി ഉപജാപം ചെയ്യുന്നുവെന്നും അദ്ദേഹത്തെ ഊളംപാറയിൽ അയക്കണമെന്നും MM മണി പറഞ്ഞു. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. കോൺഗ്രസ് നേതാവ് ശ്രീ PC വിഷ്ണുനാഥ്, ശ്രീ S രാജേന്ദ്രൻ MLA, CPI നേതാവ് ശ്രീ P രാജു, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ S രാജേന്ദ്രൻ MLA, ഈ ഉദ്യോഗസ്ഥൻ RSSന് വേണ്ടി കുഴലൂതുന്നു എങ്കിൽ, ഇദ്ദേഹം സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ
RSSകാർ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ കുരിശ് പൊളിച്ചു എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും അവിടെ സബ് കളക്ടറായി തുടരുകയാണല്ലോ. നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടുകൂടെ? നടപടിയെടുത്തുകൂടെ? ഈ ഗവൺമെൻറ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തലവൻ CPM-ൻ്റെ നേതാവല്ലേ, പിണറായി വിജയനല്ലേ, താങ്കളുടെ നേതാവല്ലേ? എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും അവിടെ തുടരുന്നത് ഇങ്ങനെയാണെങ്കിൽ? ഇതിലെ നിങ്ങൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. വിഷയങ്ങളെ വളച്ചൊടിക്കാതെ കാര്യങ്ങൾ നേരെ പറയണം. ഒന്ന്, ഈ വിഷയത്തിൽ കുരിശുണ്ടെന്നും ഇത് കുരിശിനെ എടുത്ത് മാറ്റണമെന്നും ആരെങ്കിലും നിർദ്ദേശം കൊടുത്തതല്ലല്ലോ. അപ്പോൾ ഭൂമി ഏറ്റെടുക്കുക, കയ്യേറ്റം ഒളിപ്പിക്കുക എന്നുള്ള ദൗത്യത്തിൽ നിന്നും അതിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് ഒരു കുരിശാണ് പ്രധാന കാരണം എന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ്? അപ്പോ അങ്ങനെയുള്ള ഒരു സംശയം ബലപ്പെടുത്തുന്നത് ഇക്കാര്യത്തിൽ സംശയം ഉളവാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ആ നിലയിൽ ബോധ്യപ്പെടാൻ പറ്റാത്ത ആളും IAS തന്നെ. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിൽ സാങ്കേതിക പ്രശ്നമുണ്ട്. അദ്ദേഹം യാത്ര ചെയ്യുകയാണ് എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഈ ചർച്ചയിൽ അദ്ദേഹത്തെ നമുക്ക് തുടർന്നും പ്രതീക്ഷിക്കാം. ശ്രീ P. രാജു, ഈ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ RSSകാരനാണോ? RSS നിർദ്ദേശിക്കുന്നതനുസരിച്ച്, സംഘപരിവാർ നിർദ്ദേശിക്കുന്നതനുസരിച്ചാണോ റവന്യൂ വകുപ്പിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്? RSS ചൂണ്ടിക്കാണിച്ചിട്ടാണോ ഈ കയ്യേറ്റം, ഈ കുരിശ് അവിടെ ഒന്നും ഒഴിപ്പിച്ചത്? ഈ MM മണി, താങ്കളുടെ നേതാവ് കൂടിയായ, താങ്കളുടെ പ്രതിനിധി കൂടിയായ E. ചന്ദ്രശേഖരൻ മന്ത്രിസഭയിലുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ശ്രീ MM മണി, ഇടുക്കിയിൽ നിന്നുള്ള നേതാവാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. CPIക്ക് ഇക്കാര്യത്തിൽ എന്തു മറുപടിയാണ് MM മണിയോട് പറയാനുള്ളത്? മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. സർക്കാരിൻ്റെ തീരുമാനമാണ് സബ് കളക്ടർ അവിടെ നടപ്പാക്കിയത്. എന്ന് മാത്രമല്ല, കേരളത്തിലെ റവന്യൂ മന്ത്രി ശ്രീ ചന്ദ്രശേഖരൻ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു, അവിടെ കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും എൻ്റെ നിർദ്ദേശപ്രകാരവും എൻ്റെ അറിവോടും കൂടിയാണ് എന്നാണ് റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ പൊതുജനങ്ങളോട് അറിയിച്ചിട്ടുള്ളത്, ഗവൺമെൻറ് വക്താവിനെ അറിയിച്ചിട്ടുള്ളത്. അതായത് പാപ്പാത്തിച്ചോലയിലെ ഈ കുരിശ് നീക്കിയതും റവന്യൂ മന്ത്രിയുടെ അറിവോടുകൂടി തന്നെ റവന്യൂ മന്ത്രിയുമായി ആലോചിച്ച് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ ചെയ്തതാണ്. പിന്നെ എന്തിനാണ് ശ്രീ MM മണി ഈ രീതിയിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുകയും അത് ഒരു വലിയ വിഷയമായി പൊതുസമൂഹത്തോട് സംസാരിക്കുകയും ചെയ്യുന്നത്? MM മണി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വിവേകവുമുള്ള വ്യക്തിയാണ്, വലിയ പണ്ഡിതനാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെപ്പോലെ ഒരാൾ ഇടുക്കിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സംശയങ്ങളുണ്ടാകാം. ഒരു പണ്ഡിതൻ ജീവിച്ചിരിക്കുമ്പോൾ ആ പണ്ഡിതൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ ചോദിക്കാതെ ചെയ്യുന്നു എന്ന പഴയ തമ്പുരാൻ സ്വഭാവം അദ്ദേഹത്തിൽ കുറച്ചുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗത്തിൽ പറഞ്ഞത് MM മണിയുമായി ആലോചിച്ച് വേണം അവിടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ ആ തമ്പുരാനെ റവന്യൂ മന്ത്രി അംഗീകരിക്കണം. അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ കേട്ടതും മന്ത്രിയിൽ നിന്ന് പുറത്തു വന്നതും ജനപ്രതിനിധികളെ വിശ്വാസത്തിലെടുക്കണമെന്നാണ്. MM മണിയുമായി അവിടുത്തെ ഒരു സഹപ്രവർത്തകനായ മന്ത്രിയുമായി ആലോചിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും MM മണിയുമായി ആലോചിക്കണമെന്നില്ല. പക്ഷേ ഈ രീതിയിൽ സംസാരിക്കുന്ന ഒരു മന്ത്രിയുമായി ഈ വിഷയത്തിൽ ആലോചിച്ചിട്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമോ ശ്രീ P. രാജു? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീരുമാനം ഉണ്ടാവില്ല. ശ്രീ PC വിഷ്ണുനാഥ്, താങ്കൾ കേട്ടുവല്ലോ ഈ പ്രസംഗം. ഇതിൽ അദ്ദേഹം പറയുന്നത് അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ചതുപോലെയാണ് കുരിശ് നീക്കം ചെയ്തത് എന്ന്. നിരന്തരമായി ഇടുക്കിയിൽ നിന്നുള്ള CPM നേതാക്കൾ ശ്രീ S. രാജേന്ദ്രനും ശ്രീ MM മണിയും ശ്രീ KK ജയചന്ദ്രനും ഒക്കെ ഉന്നയിക്കുകയാണ് ബാബറി മസ്ജിദിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രസ്താവന. വിശ്വാസികളോട് നിങ്ങളിത് കാണുന്നില്ലേ, നിങ്ങൾ പ്രതികരിക്കേണ്ടതില്ലേ എന്ന് ആവർത്തിച്ച് ചോദിക്കുകയല്ലേ ഈ പ്രസംഗത്തിലൂടെ ഈ നേതാക്കൾ ചെയ്യുന്നത്, ഈ മന്ത്രി അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? MM മണി മുൻപ് 1, 2, 3 എന്ന പേരിൽ ഞങ്ങൾ ആളുകളെ കൊന്നു എന്ന് പ്രസംഗിച്ച മണക്കാട് പ്രസംഗത്തിൻ്റെ പേരിൽ കേസിൽ പ്രതിയായി കോടതിയിൽ സമീപിച്ച് കേസിൽ അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ആവശ്യം കോടതി തള്ളി പ്രതിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രസംഗം കേൾപ്പിക്കുമ്പോൾ മണക്കാട് പ്രസംഗത്തെക്കാൾ രൂക്ഷമായൊരു പ്രസംഗമാണ് ഇന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എനിക്ക് അത്ഭുതം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നേതാവും വിവേകമുള്ള ഏതെങ്കിലും CPIയുടെയോ CPMൻ്റെ നേതാവ് ഈ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് ഇതുവരെ പറയാത്തത് എന്താണെന്നാണ്. ഞാൻ ആദ്യമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ MM മണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ
ശ്രീ പിണറായി വിജയൻ തയ്യാറാകണം. കാരണം അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്താ? ഒരു സബ് കളക്ടർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ മന്ത്രിക്ക് അഭിപ്രായമില്ല. ശ്രീ രാജു ഇപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സബ് കളക്ടർ പ്രവർത്തിച്ചിരിക്കുന്നതെല്ലാം തന്നെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. നിയമപരമായി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനെ ഊളംപാറയിലേക്ക് അയക്കണം. അവൻ ആരാണ്? ഇവിടേക്ക് വരേണ്ടതില്ല. ഈ പണ്ട് ഇതുപോലെ അദ്ദേഹം പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം ഇടുക്കിയിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഇന്ന് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ്. ആ ഒരു മന്ത്രി പരസ്യമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ, നിയമപരമായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഊളംപാറയിലേക്ക് അയക്കണം, ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നൊക്കെയുള്ള രൂപത്തിൽ പറഞ്ഞിട്ടും അദ്ദേഹം ഇന്ന് ഈ രാത്രിയായിട്ടും മന്ത്രിയായി തുടരുന്ന ഒരു മന്ത്രിസഭയെക്കുറിച്ച് ഓർത്ത് എന്താ പറയേണ്ടത്? ശ്രീ PC വിഷ്ണുനാഥ്, ആ മന്ത്രി അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മുഖ്യമന്ത്രി ഇന്നലത്തെ യോഗത്തിൽ ഉപയോഗിച്ച ഭാഷ ഇതല്ലെങ്കിലും ഇതേ സന്ദേശം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അത് കേട്ട ഒരാൾ ശ്രീ MM മണിയാണ്. അത് കേട്ടത് എന്താണ് എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഫോണിൽ സംസാരിച്ചപ്പോൾ അത് വിശദീകരിക്കുകയും ചെയ്തു. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്, താൻ എന്താണ് യോഗത്തിൽ പറഞ്ഞതെന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ആ ധൈര്യം ശ്രീ MM മണിക്കുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ ഉപയോഗിച്ച ഭാഷ കുറച്ച് മാന്യമാണെങ്കിൽ MM മണി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രസംഗിക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം പുറത്തു പോകുമെന്നൊന്നും നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതിലും കടുത്ത ഭാഷയിൽ അദ്ദേഹം നാളെയും ശ്രീറാം വെങ്കട്ടരാമനെ വിമർശിച്ചേക്കാം. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ CR നീലകണ്ഠൻ, കുരിശ് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ സമരത്തിനിറങ്ങും എന്ന് സ്പിരിറ്റ് ഇൻ ജീസസിൻ്റെ ഭാരവാഹികൾ തൃശ്ശൂരിൽ പ്രസ് ക്ലബിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസം ഈ കുരിശ് നീക്കം ചെയ്തിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇവരാരും മിണ്ടിയിരുന്നില്ല. ഞങ്ങളുടേതല്ല എന്നാണ് അവർ ആദ്യം പറഞ്ഞത്. ഇന്നലത്തെ യോഗത്തിന് ശേഷം പുറത്തു വന്ന വാർത്തകൾ, മുഖ്യമന്ത്രിയുടെ കോട്ടയത്ത് നടത്തിയ പ്രസംഗം, അതിനുശേഷം പുറത്തു വന്ന വാർത്താക്കുറിപ്പ്, ഇതെല്ലാം കണ്ട ശേഷം ആ കുരിശിൻ്റെ ഉടമസ്ഥാവകാശം നമ്മൾ ഏറ്റെടുത്താലും ഒന്നും സംഭവിക്കില്ല എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ ഈ പരസ്യ പ്രസ്താവനയ്ക്ക് വന്നത്. തന്നെയുമല്ല, ഒരു ഇരുമ്പിൻ്റെ 25 അടി ഹൈറ്റുള്ള കുരിശ് പൊളിച്ചു നീക്കിയപ്പോൾ ഇന്നലെ രാത്രിയിൽ ആരും അറിയാതെ ഒരു 5 അടി ഉയരമുള്ള മരത്തിൻ്റെ കുരിശ് അവർക്ക് വയ്ക്കാൻ ധൈര്യമുണ്ടാക്കി. ഇന്ന് രാവിലെ അത് എടുത്തു മാറ്റുകയും ചെയ്തു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വയ്ക്കും, ആവശ്യമുള്ളപ്പോൾ മാറ്റും, ഇതിൽ ആർക്കും ഒന്നും ചെയ്യാനില്ല എന്നവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിനുള്ള ധൈര്യം കിട്ടുന്നത് മുഖ്യമന്ത്രിയുടെയും ഇപ്പോൾ നമ്മൾ കേട്ട ശ്രീ MM മണിയുടെയും ഒക്കെ പ്രസ്താവനയിലും പ്രസംഗത്തിലും അവരുടെ മനസ്സിൽ നിന്നുമല്ലേ? ഇവിടെ ആ കുരിശ് ഇന്നലെ തന്നെ ഒരുപാട് വൈദിക ശ്രേഷ്ഠരടക്കമുള്ള ആളുകൾ പറഞ്ഞത് കയ്യേറ്റത്തിൻ്റെ അടയാളമായി ഒരു കുരിശ് വയ്ക്കുന്നത് ആ കുരിശിനെ അപമാനിക്കലാണ്. അത് ചെയ്യാവുന്ന, കുരിശിനോട് ചെയ്യാവുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സമീപനമാണ് അത് ചെയ്തത്. എല്ലാ വിശ്വാസികളും പറഞ്ഞു. പക്ഷേ ഇന്നലത്തെ മന്ത്രിസഭ അല്ലെങ്കിൽ സർവകക്ഷി യോഗത്തിന് ശേഷം, അല്ലെങ്കിൽ ഇടതുപക്ഷ യോഗത്തിനും ഉദ്യോഗസ്ഥ യോഗത്തിനും ശേഷം നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അവിടെ കുരിശു വെച്ചത് ഈ സ്പിരിറ്റ് ഇൻ ജീസസോ അല്ലെങ്കിൽ ഇവരാരുമല്ല, MM മണിയും CPM എന്ന പാർട്ടിയുമാണ് എന്ന് ഞാൻ പറയുന്നു. അതിന് വെറുതെ പറയുന്നതല്ല. കാരണം CPMൻ്റെ പിന്തുണയില്ലെങ്കിൽ അങ്ങനെ ഒരു കുരിശു വയ്ക്കാൻ സ്പിരിറ്റ് ഇൻ ജീസസ് എന്നല്ല ഈ ഒരാൾക്കും അവിടെ കഴിയില്ല. മാത്രവുമല്ല, ഈ കയ്യേറ്റത്തിൻ്റെ മുഴുവൻ ചരിത്രവും പരിശോധിച്ചാൽ ഇപ്പോൾ നേരത്തെ റവന്യൂ മന്ത്രി പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരനാണ് അത്. കേരളത്തിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരനെ സംരക്ഷിക്കേണ്ട ബാധ്യത കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നു. അതിൻ്റെ ചാമ്പ്യനായി മണി വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതിന് അനുഗ്രഹാശിസുകൾ നൽകുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്നു. മണി ഇന്ന് പറഞ്ഞ പ്രസ്താവന നേരത്തെ വിഷ്ണുനാഥ് പറഞ്ഞു, അത് അവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ കയ്യും കാലും തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥൻ്റെ. എന്താ അതിൻ്റെ കഥ? ഈ കേരളത്തിൽ ഞാൻ വളരെ കാര്യം പറയാം. കേരളത്തിൽ 10,000 കുട്ടികൾ IAS IPS എഴുതാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അവരുടെ വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ. ഈ ശ്രീറാം വെങ്കട്ടരാമനെ പോലെ അഖിലേന്ത്യാ തലത്തിൽ 2nd റാങ്ക് കിട്ടിയ ഒരു ഉദ്യോഗസ്ഥൻ മുഴുവൻ നിയമങ്ങളും പാലിച്ചുകൊണ്ട്, റവന്യൂ മന്ത്രി മുതൽ കീഴ്പോട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും അനുസരിച്ചുകൊണ്ട് നിയമം പാലിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഈ MM മണി, മണിയുടെ ക്വാളിഫിക്കേഷൻ, അദ്ദേഹം പണ്ഡിതനാണോ പാമരനാണോ എന്ന് എനിക്കറിയില്ല, MM മണി മന്ത്രിയാണ് കേരളത്തിൽ. അദ്ദേഹത്തെ പോലെ ഒരാൾ പറഞ്ഞാൽ കേരളത്തിലെ യുവാക്കളോടുള്ള വെല്ലുവിളിയാണ്. ഞാനത് പറയുന്നു. കേരളത്തിലെ യുവാക്കളാണ് ഇതിനെതിരെ വരേണ്ടത്, വേറെ ആരുമല്ല. കാരണം ഭരണഘടനയൊന്നും വിഷ്ണുനാഥ് പറഞ്ഞ പോലെ ഇയാളെ പുറത്താക്കൊന്നുമില്ല. കാരണം ഇതാണ് സംരക്ഷണം.
ഇടുക്കിയിലെ മുഴുവൻ കയ്യേറ്റങ്ങളുടെയും സംരക്ഷകൻ ആരാണെന്നാണ് മത്സരിച്ചത്. ജയചന്ദ്രനും രാജേന്ദ്രനും മണിയും മത്സരിച്ചു. ഇപ്പം മണി പറഞ്ഞു ഞാൻ തന്നെയാണ് കസ്റ്റോഡിയൻ. അതുകൊണ്ട് ഒരു സംഭവമില്ല, ഇതിൽ സ്പിരിറ്റുമില്ല, ജീസസുമില്ല, കുരിശുമില്ല. ഉള്ള കുരിശുണ്ടെങ്കിൽ അത് മണി എന്ന കുരിശാണ്. CPM എന്ന മതമാണ് ആ കുരിശ് കൊണ്ടുവച്ചിട്ടുള്ളത്. അരിവാൾ ചുറ്റിയൊക്കെ അവർ വിട്ടു, ഇപ്പോൾ കുരിശുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഒരു മതവിശ്വാസി അതിൻ്റെ കൂടെ വരില്ല. CPM എന്തൊക്കെ ചെയ്താലും ബാബറി മസ്ജിദ് എന്തതിൻ്റെ കഥ, ആരോടത് പറയുന്നത്? കേരളം പോലെ സെക്യുലറായൊരു സമൂഹത്തിൽ ബാബറി മസ്ജിദ് വീണപ്പോൾ പോലും കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ആത്മാഭിമാനത്തോടെ പോയിട്ട് പോലും പിടിച്ചു നിന്നൊരു സ്ഥലമായി കേരളം. അവിടെയാണ് കയ്യേറ്റക്കാരൻ്റെ കുരിശ് കാണുമ്പോൾ പൊളിക്കുമ്പോൾ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ ഇറങ്ങി വന്ന് മണിക്ക് സിന്ദാബാദ് വിളിക്കുമെന്നൊക്കെ വിചാരിക്കുന്നത്. ഇതിൽ ഒരു പ്രശ്നം കൂടിയുണ്ട് നിയമപരമായി. നിരന്തരമായി ബാബറി മസ്ജിദിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കുരിശ് നീക്കുന്നത് പറയുന്നതിന് ഉദ്ദേശം വർഗീയ കലാപം ഉണ്ടാക്കില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അതിലൊരു നിയമലംഘനമുണ്ട്. ഒരു രാജ്യത്ത് ജനങ്ങളെ മതപരമായി തമ്മിലടിപ്പിക്കാൻ ഒരു മന്ത്രി ശ്രമിച്ചുവെങ്കിൽ ആ മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണം വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന്. അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. വർഗീയ കലാപം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചത് ചെറിയ കാര്യമൊന്നുമില്ല, അതൊരു വലിയ ക്രിമിനൽ കുറ്റമാണ് വർഗീയ കലാപം ഉണ്ടാക്കൽ, ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ. അതുകൊണ്ട് മണിക്കെതിരെ ഈ മുഖ്യമന്ത്രി ഒന്നും ചെയ്തില്ലെങ്കിലും നിയമ വ്യവസ്ഥയെ നമുക്ക് സമീപിക്കേണ്ടി വരും. മണി സത്യപ്രതിജ്ഞ ലംഘനം ചെയ്തിരിക്കുന്നു. കേരളത്തിലെ യുവാക്കളെ, ആത്മാഭിമാനമുള്ള യുവാക്കളോടാണ് ആ വെല്ലുവിളി, കേരളത്തിലെ മതേതര സമൂഹത്തോടാണ് ആ വെല്ലുവിളി. എന്നിട്ട് അതും പറഞ്ഞ് പിന്നെയും മന്ത്രിയായിരിക്കുന്നു, പിന്നെയും പറയുന്നു ഇപ്പോൾ ഊളംപാറയ്ക്ക് വിടുകയാണെങ്കിൽ സബ് കളക്ടറെ മാത്രം വിട്ടാൽ പോരല്ലോ, രാജുവിൻ്റെ പാർട്ടി നേതാവ് ചന്ദ്രശേഖരനെ വിടണ്ടേ? ഓർഡർ ഇട്ട ഊളംപാറയ്ക്ക് ഒരാൾ പോയാൽ പോരാ, ചന്ദ്രശേഖരൻ പോകണം, റവന്യൂ സെക്രട്ടറി പോകണം, കളക്ടർ പോകണം, ഇത് കൂട്ടുനിന്ന ആൾ പോകണം, SP പോകണം, ആരൊക്കെ പോകണം? അവരൊക്കെ വിടട്ടെ മണി ഊളംപാറയ്ക്ക്. അങ്ങനെ വിടാൻ തയ്യാറാണെങ്കിൽ നമുക്കറിയാം വിജയകുമാറെ, മഹിജയുടെ അടിവയറ്റിൽ ചവിട്ടിയ ഉദ്യോഗസ്ഥനെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സബ് കളക്ടറുടെ നേരെ ചാടി വീഴുന്നതെങ്കിൽ ഈ മണിയും മുഖ്യമന്ത്രിയും തന്നെ അന്നും പറഞ്ഞു ഇതേ കാര്യം. ആ ഉദ്യോഗസ്ഥനെ ന്യായീകരിച്ചു, മഹിജ പറഞ്ഞ് വിശ്വസിച്ചില്ല. ഇപ്പോൾ അത് നിയമവിരുദ്ധമാണ്. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥനെതിരെ പറയുമ്പോൾ തീർച്ചയായും കേരളത്തിന് ആത്മാഭിമാനമുണ്ടെങ്കിൽ ഈ മന്ത്രിക്കെതിരെ, ഈ പ്രസ്താവനയ്ക്കെതിരെ കേരളം ഉണരണം. അതിന് കക്ഷി, രാഷ്ട്രീയ, ജാതി, മതം ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. DYFI നേതാക്കൾ പോലും വരണമെന്ന് ഞാൻ പറഞ്ഞു. ശ്രീ പി രാജു, ഈ CPI നേതാവ് ശ്രീ കാനൻ രാജേന്ദ്രൻ ഇന്ന് പറഞ്ഞത് JCB വേണ്ട, മൂന്നാറിൽ നിശ്ചയദാർഢ്യം മതി, മനസ്സിൻ്റെ നിശ്ചയദാർഢ്യം മതി കയ്യേറ്റം ഒഴിപ്പിക്കാനെന്ന്. ശ്രീ MM മണിയെപ്പോലെയുള്ള മന്ത്രിമാരുള്ള ഒരു മന്ത്രിസഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് എന്ത് നിശ്ചയദാർഢ്യം കാണിച്ചാലും കയ്യേറ്റം ഒഴിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ CPIക്കും റവന്യൂ വകുപ്പിനും? ഇത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളെ എങ്ങനെ തരണം ചെയ്യും? യഥാർത്ഥത്തിൽ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്നത് ഇന്നലത്തെ ഉദ്യോഗസ്ഥ തല യോഗത്തിനു ശേഷം നിലച്ചില്ലേ? അതിന് എങ്ങനെ മുന്നോട്ട് പോകും? ഇനി സർവകക്ഷി യോഗം, സഭാ മേലധ്യക്ഷന്മാരുടെ യോഗം, മാധ്യമപ്രതിനിധികളുടെ യോഗം, ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗം എന്ന് പറഞ്ഞാൽ S രാജേന്ദ്രനും MM മണിയും പങ്കെടുക്കുന്ന യോഗമാണ്. ഈ യോഗം ഏതെങ്കിലും ഒരു കയ്യേറ്റം ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പിന് അനുമതി തരുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? സർക്കാരിൻ്റെ നിയമപരമായ കാര്യം നടപ്പാക്കാൻ ഒരു വലിയ സമ്മേളനമൊന്നും വിളിച്ചുകൂട്ടി തീരുമാനമെടുക്കാൻ കഴിയില്ലല്ലോ. നിയമമുണ്ട്, നിയമവ്യവസ്ഥ നടപ്പാക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ MM മണി എന്ന് പറയുന്ന സംസ്ഥാനത്തെ മന്ത്രി സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. മന്ത്രിമാരും MLAമാരും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ സത്യപ്രതിജ്ഞ പ്രത്യേക പ്രീതിയോ മമതയോ വിദ്വേഷമോ കൂടാതെ പ്രവർത്തിക്കുമെന്നാണ്. ഇദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, MM മണി സബ് കളക്ടറുടെ കൈ വന്ന വഴിയെ തിരിച്ചു പോവില്ല, കൈയും കാലും വെട്ടിക്കളയും. ഇന്ന് പറയുന്നു ഊളംപാറയ്ക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുന്ന ഒരു മന്ത്രി ഇപ്പോഴും കേരള മന്ത്രിസഭയിൽ ഉണ്ടാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളീയർക്കും അഭിമാനിക്കാൻ കഴിയുന്നതല്ല എന്ന ബോധ്യം ഇതിന് നേതൃത്വം നൽകുന്നവർക്കുണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ തീർച്ചയായിട്ടും ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നതുകൊണ്ട് മാധ്യമപ്രവർത്തകരെ വിളിച്ചവരോട് സംസാരിക്കാം, മത മേലധ്യക്ഷന്മാരെ വിളിക്കാം, വിളിക്കാം. പക്ഷേ
അവർ സംസാരിക്കാൻ തെറ്റില്ല. പക്ഷേ അതല്ല ആവശ്യം. അത് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല. കേരളത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും ഇത്തരം യോഗങ്ങൾ വിളിച്ച് തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. പാപ്പാത്തിച്ചോലയിൽ അനധികൃതമായി കയ്യേറിയ കുരിശ് പൊളിച്ചോട്ടെ എന്ന് പത്രക്കാരോട് ചോദിക്കണോ? വേണ്ടല്ലോ. സാറിന് നിയമമുണ്ട് പൊളിക്കാൻ. ആ നിയമം ഇവിടെ കേരളത്തിൽ നടപ്പാക്കുക തന്നെ ചെയ്യും. അതിനിപ്പോൾ JCB ഇടുക്കിയിൽ വേണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഞങ്ങൾക്ക് കയ്യേറാൻ JCB വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. JCB ഉപയോഗിച്ചാലേ ഒഴിപ്പിക്കാവുന്നില്ല. നല്ല ഉറച്ച നിശ്ചയദാർഢ്യത്തോടും തീരുമാനത്തോടും കൂടിയാണ് CPI റവന്യൂ മന്ത്രിയും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായ നയം നടപ്പാക്കലാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. മായം ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ ഏത് ഭീഷണി ഉണ്ടായാലും ഞങ്ങൾ ശക്തമായി നേരിട്ട് മുന്നോട്ട് പോകും. ശ്രീ PC വിഷ്ണുനാഥ്, ഈ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു രാഷ്ട്രീയ സംരക്ഷണം കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? നമ്മളുടെ മുൻകാല അനുഭവം അങ്ങനെയാണോ? ഇതിപ്പോൾ കുറേ കഴിയുമ്പോൾ രാഷ്ട്രീയ സമവായമൊക്കെ ഉണ്ടാകുമായിരിക്കാം. കയ്യേറ്റം ഒഴിപ്പിക്കൽ എങ്ങനെ പോകണമെന്ന കാര്യത്തിലൊക്കെ രാഷ്ട്രീയ സമവായം ഒക്കെ ഉണ്ടായേക്കാം. ആത്യന്തികമായി ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുക ഈ ഉദ്യോഗസ്ഥരല്ലേ? കൃത്യമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഉദ്യോഗസ്ഥരെ ഇപ്പോൾ വന്ന പോലെ പോകില്ല എന്ന് MM മണി പറഞ്ഞു. 4 കാലിലേ പോകൂ എന്ന് S രാജേന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ വീണ്ടും MM മണി പറയുന്നു ഈ കോന്തനെയൊക്കെ ഊളംപാറയിൽ കൊണ്ടുപോയി ഇടണമെന്ന്. എങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് ഈ ഒരു ചുറ്റുപാടിൽ, ഇത് മൂന്നാറിൽ, ഇടുക്കിയിൽ, ദേവികുളം മണ്ഡലത്തിലൊക്കെ പറയുന്ന കാര്യമാണ്, അവിടെ പറയുമ്പോൾ അതിന് താഴെ ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയും? അവർക്ക് എന്ത് സ്വാതന്ത്ര്യമാണ്, എന്ത് നിയമ പരിരക്ഷയാണ് ലഭിക്കുക അവിടെ? ഈ ഉദ്യോഗസ്ഥന് IAS-ലെ 2ാം റാങ്ക് കിട്ടിയ കേരളത്തിലെ മിടുക്കനായ IAS-കാരനായ ശ്രീറാം വെങ്കിട്ടരാമന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിപൂർണമായ പിന്തുണയുണ്ടാകും. എന്നു മാത്രമല്ല, സർക്കാർ ആത്മാർത്ഥതയോടുകൂടി റവന്യൂ വകുപ്പ് അവിടെ വൻകിട കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോയാൽ ഞങ്ങളുടെ പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ അതിനുണ്ടാകും എന്ന് പറയാൻ ഞാൻ ഈ ചോദ്യത്തിന് മറുപടിയായി ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഞാനിവിടെ ഈ ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ സംസ്ഥാന റവന്യൂ വകുപ്പിൻ്റെ പൂർണ്ണമായ നിർദ്ദേശത്തിൻ്റെയും മന്ത്രിയുമായി പ്രത്യേകിച്ച് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നാണ് ശ്രീ രാജു ഇവിടെ വിശദീകരിച്ചത്. ഞാനത് ശരിയാണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞതാണായിരിക്കും അതിൻ്റെ വസ്തുത. ഇന്നത്തെ MM മണിയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ സംസ്ഥാന റവന്യൂ വകുപ്പിൻ്റെ ആസ്ഥാനം ഊളംപാറയിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടി വരും. കാരണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ആളുകൾ ഊളംപാറയിൽ പോകേണ്ടി വരും. ശ്രീറാം വെങ്കിട്ടരാമൻ മാത്രമല്ല, അദ്ദേഹം ഒറ്റയ്ക്കെടുക്കുന്ന ഒരു തീരുമാനമല്ല. അപ്പോൾ ഈ തീരുമാനം എടുക്കുന്നവരാണ് ഊളംപാറയിൽ പോകേണ്ടതെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെ ആസ്ഥാനം ഊളംപാറയിലേക്ക് മാറ്റണം. ഊളംപാറ മോശം സ്ഥലമെന്ന നിലയിലല്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കണ്ടേ? തീരുമാനം എടുക്കണമെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ട സബ് കളക്ടർ ദേവുകുളത്തും ചിന്നക്കനാലിലും ഒക്കെ ഉണ്ടാകേണ്ട ആളാണ്. അദ്ദേഹം ഊളംപാറയിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഈ സംവിധാനം ഊളംപാറയിൽ ചെന്നെങ്കിൽ മാത്രമേ ഈ പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത്തരം ഒരു പരിഹാസ്യമായ ഒരു സാഹചര്യം ഒരു ഭരണകൂടം ജനങ്ങളുടെ മുമ്പാകെ അങ്ങനെ നിൽക്കുകയാണ്. ഇനി ഈ ചർച്ചകൾ നടക്കുന്ന എല്ലാ സമയത്തും CPI നേതാക്കന്മാർ TV-യിൽ അവർ പറയുന്നുണ്ട് കൃത്യമായിട്ട്. ശ്രീ കാനൻ രാജേന്ദ്രൻ, ശ്രീ പ്രകാശ് ബാബു, ഇപ്പോൾ ശ്രീ രാജു, ബിനോയ് വിശ്വം എല്ലാവരും പറയുന്നു ഞങ്ങൾ നടപ്പിലാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അത്ഭുതം ഇടുക്കിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPM ഇല്ല എന്നുള്ളതാണ്. കാരണം ഇടുക്കിയിലെ രാജേന്ദ്രൻ, ജയചന്ദ്രൻ, അവിടുന്നുള്ള മന്ത്രി MM മണി, ഏരിയ സെക്രട്ടറിമാർ, ലോക്കൽ സെക്രട്ടറിമാർ എല്ലാം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയത്തിന് എതിരാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ LDF-ൽ CPM ഉണ്ടോ? ഇതാണ് നയമെങ്കിൽ, കാരണം അവർക്ക് ആ നയമില്ല. ഇത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൽ സംജാതമായിരിക്കുകയാണ്. എങ്ങനെയാണ് ഇനി മൂന്നാമത്തെ കാര്യം, ഇന്ന് ഈ കോന്തനെ ഊളംപാറയിലേക്ക് അയക്കണമെന്ന് പറഞ്ഞ മന്ത്രിയുമായിട്ട് ആലോചിച്ച് മാത്രമേ ഒഴിപ്പിക്കൽ നടപടികൾ നടത്താവൂ എന്ന് ഇന്നലെ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇനി അത് നടപ്പാക്കാൻ പോകുന്നത്? CR നീലകണ്ഠൻ പറഞ്ഞതുപോലെ കേരളത്തിലെ പൊതുസമൂഹം ആകെ ഉയർന്ന്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ
ഈ ഈ ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ പരസ്യമായി പ്രതികരിക്കാൻ രംഗത്ത് വരേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. ശ്രീ പി രാജു, ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് സർക്കാർ അറിയാതെ കുരിശു പൊളിച്ചത് ശരിയായില്ല, ഗവൺമെൻറ്റുമായി ആലോചിക്കാതെ 144 പ്രഖ്യാപിച്ചത് ശരിയായില്ല. ഇതൊന്നും റവന്യൂ വകുപ്പല്ല ഇതൊക്കെ ചെയ്യുന്നത്. റവന്യൂ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമാണല്ലോ ഇതൊക്കെ നടന്നിട്ടുള്ളത്. റവന്യൂ വകുപ്പ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണല്ലോ, ഇടതുമുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണല്ലോ CPI. ആ വകുപ്പാണല്ലോ റവന്യൂ വകുപ്പിൻ്റെ ചുമതല ആ പാർട്ടിയാണല്ലോ ചന്ദ്രശേഖരനെ ഏൽപ്പിച്ചത്. ഇത് മുഖ്യമന്ത്രി എന്താണ് ഈ റവന്യൂ വകുപ്പ് ഇതിൻ്റെ ഭാഗമല്ല എന്ന മട്ടിൽ സംസാരിക്കുന്നത്? ഇതൊക്കെ ഇടതുമുന്നണിയിൽ സംസാരിച്ച് തീരുമാനമുണ്ടാക്കിയിട്ടല്ലേ മുന്നോട്ട് പോകാൻ കഴിയൂ? എങ്ങനെയാണ് റവന്യൂ വകുപ്പ് ഇതിന് മാറി നിൽക്കുന്നു എന്നൊക്കെ ഒരു മുഖ്യമന്ത്രിക്ക് പറയാം? അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ സഹപ്രവർത്തകനായ ചന്ദ്രശേഖരനെ വിശ്വസിക്കുന്നില്ല എന്നല്ലേ അതിനർത്ഥം? എന്നർത്ഥമാക്കണ്ട. ഈ കാര്യത്തിൽ റവന്യൂ മന്ത്രി എന്ന നിലയിൽ റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവാദിത്വം സമ്പൂർണ്ണമായി നടപ്പാക്കാൻ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രതിജ്ഞാബദ്ധമാണ്. അത് ഞങ്ങൾ നടപ്പാക്കുന്നത് ഏതെങ്കിലും CPI ഓഫീസിൽ ആലോചിച്ചിട്ടല്ല. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടുന്ന ഇടതുപക്ഷ മുന്നണി യോഗവും അതിൻ്റെ മന്ത്രിസഭാ യോഗവും എല്ലാം വിശദമായി ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നയം നടപ്പാക്കുന്നത്. അതിൽ പാളിച്ചയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ, അതിന് പാളിച്ചയുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയട്ടെ. ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച ഈ പാളിച്ചകൾ അംഗീകരിക്കാൻ കഴിയുന്ന പാളിച്ചകളാണോ? ഏതാ? മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് കുരിശ് പൊളിക്കേണ്ടിയിരുന്നില്ല. ഞാൻ അവിടേക്ക് പോയ അവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു, പക്ഷേ അപ്പോഴേക്കും അവർ കുരിശ് തള്ളിപ്പൊളിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരെ കൂട്ടിക്കൊണ്ടുപോയി അത് പൊളിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി ചാനലിൽ നിരന്തരമായി കാണിക്കേണ്ടിയിരുന്നില്ല. അവിടെ കയ്യേറ്റം ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ബോർഡ് വെച്ചാൽ മതിയായിരുന്നു. വൻകിട കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിക്കേണ്ടിയിരുന്നത്. കുരിശ് പൊളിച്ച് ഈ ഗവൺമെൻറ് കുരിശിനെതിരാണെന്ന് ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ പരത്താൻ ശ്രമിക്കേണ്ടിയിരുന്നില്ല. ഇതൊക്കെയാണ് വിമർശനങ്ങൾ. ഞങ്ങൾ 10 സെൻറ്റ് താഴെയുള്ള ഒരാളുടെയും ഭൂമി ഏറ്റെടുക്കാനോ പൊളിക്കാനോ പോകുന്നില്ല. ഇവിടെ ഇത് ചെറിയ കയ്യേറ്റമല്ല, 200 ഏക്കർ ഭൂമിയാണ് കയ്യേറിയിട്ടുള്ളത്. വൻകിട കയ്യേറ്റങ്ങളിൽ പെട്ട ഒന്നാണ് ഒഴിപ്പിച്ചത്. ഇനിയും ലിസ്റ്റുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം പ്രോപ്പറായി നോട്ടീസ് കൊടുക്കും, ഹിയറിയും. ഒരു സംശയവും വേണ്ട. അനധികൃതമായി ഭൂമി കയ്യേറി കൈവശം വച്ചിരിക്കുന്നവർ ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 10 സെൻറ്റോ അല്ലെങ്കിൽ 15 സെൻറ്റോ നിശ്ചയിച്ചാൽ അതിനപ്പുറത്തുള്ള എല്ലാ ഭൂമിയും ഗവൺമെൻറ് ഏറ്റെടുക്കും. ആ ഗവൺമെൻറ് കൂട്ടുത്തരവാദിത്തോടെ തന്നെയാണ് ഈ തീരുമാനം നടപ്പാക്കുന്നത്. പക്ഷേ ഈ സാങ്കേതികമായി ഇതെല്ലാം നടപ്പാക്കാൻ പറയുമ്പോൾ ചില വൈഷമ്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ആ വൈഷമ്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മാറ്റേണ്ടി വരും. കാരണം ഇത് കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മന്ത്രിസഭയല്ല. വിവിധങ്ങളായ പാർട്ടികൾ ചേർന്ന് ഭരിക്കുന്നവരാണ്. ആ പാർട്ടികളുടെ എല്ലാം അഭിപ്രായം ഒരുമിച്ചെടുത്തിട്ടേ തീരുമാനമെടുക്കാൻ പറ്റൂ. ഏതെങ്കിലും CPI തീരുമാനിക്കുന്നു, CPI നടപ്പാക്കുന്നതല്ല. CPM തീരുമാനിക്കുന്നു, CPI നടപ്പാക്കുന്നതല്ല. മറ്റൊരു ഘടകകക്ഷിയെ പാർട്ടി തീരുമാനിക്കാനല്ല. ഓരോ പാർട്ടിയും അവരുടെ അഭിപ്രായങ്ങൾ പറയുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമാണ് നടപ്പാക്കുന്നത്. ആ തീരുമാനം നമുക്ക് യോജിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യം ഇന്നല്ലെങ്കിൽ നാളെ വന്നു ചേരും. LDFൽ ഇപ്പോൾ ചർച്ച എന്നേക്കുമായി ഞങ്ങൾ അവസാനിപ്പിച്ച് പിരിഞ്ഞതല്ല. ഇനിയും സമയം വേണം, ചർച്ച ചെയ്യണം. പക്ഷേ ആ ചർച്ച ഫലവത്തായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനെ നീട്ടിക്കൊണ്ടുപോയി ഇടുക്കിയിലെ ഭൂമി കുരിശിലിടിച്ച് കയ്യേറ്റ ഭൂമി ഏറ്റെടുക്കൽ കുരിശിലിടിച്ച് നിൽക്കാൻ പാടില്ല എന്ന ശക്തമായ നിലപാടാണ് CPIക്കുള്ളത്. ആ നയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPI തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീ CR നീലകണ്ഠൻ, CPIയുടെ ഈ ആത്മവിശ്വാസത്തിന് എന്തെങ്കിലും നിലനിൽപ്പുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് CPI കരുതുന്നത്? ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ സർവകക്ഷി യോഗം വേണം, മാധ്യമങ്ങളുടെ യോഗം വേണം, സഭാമേലധ്യക്ഷന്മാരുടെ യോഗം വേണം, ഇതുകൂടാതെ MM മണി ഉൾപ്പെട്ട സമിതിയുടെ യോഗം വേണം, അതുകൂടാതെ MM മണിയുമായി ആലോചിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂന്നാറിൽ ഏത് കയ്യേറ്റം എന്നൊഴിപ്പിക്കാനാ? അല്ല, ഒരു ഒറ്റ ചോദ്യം ഈ സഖാവ് ചന്ദ്രശേഖരൻ MM മണിയോട് ചോദിച്ചാൽ മതി. മൂന്നാറിൽ ഏതൊക്കെയാണ് കയ്യേറ്റം നടന്നിട്ടുള്ളത്? താങ്കൾ ആ പട്ടിക തരിക, അതനുസരിച്ച് ഞങ്ങൾ ഒഴിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അപ്പം കാര്യം മനസ്സിലാവും. കാരണം ശ്രീ രാജേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മൂന്നാറിൽ ഒരു കെട്ടിടവും, എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ, മൂന്നാറിൽ ഒരു കെട്ടിടവും നിയമം ലംഘിച്ച് പണിതിട്ടില്ല എന്ന് പറഞ്ഞാൽ 2000-ലധികം റിസോർട്ടുകളുണ്ട്, അതിൽ 500ഓളം വൻകിട റിസോർട്ടുകളുണ്ട്. ഇതൊന്നും അതും അപകടകരമായി പണിതുന്നുണ്ട്, കിഴുക്കാൻ തൂക്കായ മേഖലയിൽ പണിതുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10-15 വർഷമായി കേരളത്തിലെ പൊതുസമൂഹം, മാധ്യമങ്ങൾ, നിയമജ്ഞർ ഒക്കെ ചർച്ച ചെയ്യുന്ന കയ്യേറ്റങ്ങളുടെ വലിയ പട്ടികയുണ്ട്. ഇതിലേതാണ് പൊളിക്കേണ്ടതെന്ന് ശ്രീ MM മണി ആദ്യം ഇങ്ങോട്ട് പറഞ്ഞാൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അത് പറഞ്ഞാൽ മതി. മണിയോ രാജേന്ദ്രനോ ആ പട്ടിക തന്നാൽ അത് പൊളിക്കാം, ലിസ്റ്റ് ഹാജരാക്കിയാൽ മതി. അത് പറഞ്ഞാൽ ഞാൻ ഉറപ്പായി പറയുന്നു ഒരു കയ്യേറ്റവും ഇടുക്കിയിലില്ല എന്ന് ശ്രീ MM മണി പറയും. നിങ്ങളിപ്പോൾ നാളെ മണിയെ ഇൻ്റർവ്യൂ ചെയ്യുക, കയ്യേറ്റമുണ്ടോ? പക്ഷേ മറ്റേ സംസ്കൃതം പറയുന്നത് എനിക്കിഷ്ടമല്ല.
വൻകിട കയ്യേറ്റങ്ങൾ ഞങ്ങൾ ഒഴിപ്പിക്കും, ചെറുകിട സംരക്ഷിക്കും, കയ്യേറ്റം, കുടിയേറ്റം, ഈ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. 1/1/77 ഇതൊക്കെ നമ്മൾ കുറേ കാലമായി കേൾക്കണു. ഇതൊന്നുമല്ല. ആ കയ്യേറ്റങ്ങളുടെ ലിസ്റ്റ് തരാൻ വിജയകുമാറെ, ഒരു കയ്യേറ്റവും ഒഴിപ്പിക്കാൻ പോകുന്നില്ല. ഞാൻ രാജുവിനോടും റവന്യൂ മന്ത്രിയോടും CPIയോടും സഖാവ് കാനത്തിനോടും ഒക്കെ വലിയ ബഹുമാനമുള്ള ആളാണ് ഞാൻ. പക്ഷേ അവരൊന്നും വിചാരിച്ചാൽ ഒരു ഇഞ്ച് മുമ്പോട്ട് പോയില്ല. അപ്പോൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഗവൺമെൻറ് അറിഞ്ഞില്ല എന്ന്, അല്ലേ? അങ്ങനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആരാ? മുഖ്യമന്ത്രിയാണ്. ഐ ആം ദി സ്റ്റേറ്റ് എന്ന്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നല്ല, മണി അറിഞ്ഞില്ല എന്നാ. അപ്പം മണി, ഇടുക്കിയിലെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മണിയാണ്. അദ്ദേഹം പറഞ്ഞു അവിടെ നിന്നുള്ള മന്ത്രിയായി എന്നെ മണ്ടനാക്കാമെന്ന് കരുതണ്ടെന്ന് ശ്രീറാമിനോട് പറഞ്ഞു. അതാ പറഞ്ഞ അദ്ദേഹം ഇടുക്കിയിലെ മുഖ്യമന്ത്രിയാണോ ഗവർണർ ജനറലാണോ എനിക്കറിയില്ല. നാട്ടുരാജ എന്ത് വേണേ അദ്ദേഹത്തെ വിളിക്കാം. അങ്ങനെ ഒരാൾ ഒരു കയ്യേറ്റവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടി, CPMന്റെ ഏതെങ്കിലും നേതാവ് പറയട്ടെ ഇടുക്കിയിൽ ഇന്ന കയ്യേറ്റമുണ്ടെന്ന് പറയില്ല, പറയാൻ പറ്റില്ല. ഈ ഭൂമിയുടെ കാര്യത്തിലുണ്ടല്ലോ, ഞാൻ ഉറപ്പായി പറയുന്നത് ടോം സക്കറിയാസിൻ്റെ ഭൂമി മാത്രമല്ല, ആൽവിൻ എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറിയുടെ ഭൂമിയുണ്ട്, അതിൽ അയാളാണ് കയ്യേറ്റത്തിൻ്റെ ആൾ. ഇത് മുൻപ് കണ്ടതാണ്. മണിയുടെ അനിയൻ ഇപ്പോൾ കുരിശല്ലേ, ഇപ്പോൾ മണിക്ക് വിഷമമുണ്ടാവും. ലംബോദരൻ പണ്ട് ടവറാ വെച്ചത്, ആ ടവറാണ് VSന്റെ കാലത്ത് വീണത്. അന്നൊരു കുരിശ് വെച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. ഇപ്പോൾ ടവർ വെച്ചതിന് പകരം കുരിശ് വെച്ചിരുന്നെങ്കിൽ മണി ഇപ്പോഴത് ആലോചിക്കണം. ശൂലമാണെങ്കിലും മതി. അപ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട് വിജയകുമാറെ, കേരളത്തിൽ ശൂലവും കുരിശുമൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട്. മതികെട്ടാനിൽ നിന്ന് കുരിശ് ഒഴിപ്പിച്ചിട്ടുണ്ട്, വിശ്വനാഥന് ഓർമ്മയുണ്ടാവും. അല്ലെങ്കിൽ പൂപ്പാറയിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്, കട്ടപ്പനയിൽ നിന്ന് ശൂലം ഒഴിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ക്ഷേത്രങ്ങൾ, അമ്പലങ്ങളുടെ വനം കയ്യേറിയ ക്ഷേത്രങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ മണിയും ആളുകളും ഇതാരെ വരട്ടാനായി പറയണേ? ഇതൊന്നും കേരളത്തിൽ ഒരു മതവികാരവും ഇളകിയില്ല. കാരണം ജനങ്ങൾക്കറിയാം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒക്കെ കാര്യം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ്. ലൂയി 14 ഒരു നിലയിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. അദ്ദേഹം സ്റ്റേറ്റാണ്, മണി സ്റ്റേറ്റാണ്. പക്ഷേ റവന്യൂ മന്ത്രി സ്റ്റേറ്റ് അല്ല. അതാണ് നിലപാടെങ്കിൽ ഇനി മുന്നണി സംവിധാനം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കാം. പക്ഷേ ഒരു പൗരനെന്ന നിലയ്ക്ക് നമുക്ക് സംശയങ്ങളുണ്ടായിരുന്ന ക്യാബിനറ്റിനൊരു നിയമമുണ്ട്. ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ഒരഭിപ്രായമാണ് ക്യാബിനറ്റിന്. ക്യാബിനറ്റിൽ നിന്ന് വേറെ അഭിപ്രായമില്ല. ഇവിടെ ക്യാബിനറ്റിൽ ഒരഭിപ്രായമില്ല എന്ന് തന്നെ വരുന്നു. അങ്ങനെ വരുമ്പോൾ വലിയൊരു ഭരണഘടനാ പ്രതിസന്ധി, ഒരു നിയമപ്രതിസന്ധി. പിന്നെ സർവകക്ഷി യോഗം ഒരു സ്ഥലത്തൊരു ക്രിമിനൽ കുറ്റം നടന്നാൽ അവിടുത്തെ മതമേലധ്യക്ഷന്മാരെയും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഒക്കെ വിളിച്ചിട്ട് തീരുമാനിക്കുകയാണോ ഏത് വകുപ്പാണ് ചാർജ് ചെയ്യേണ്ടതെന്ന്, എപ്പോഴയാളെ ജയിലിലിടേണ്ടതെന്ന്, എപ്പോഴയാളെ ശിക്ഷിക്കേണ്ടതെന്ന്. ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ കയ്യേറ്റം? ക്രിമിനൽ കുറ്റം നടന്നാൽ ഒരാളെ വിളിച്ചല്ല ചെയ്യേണ്ടത്, അതിൽ നടപടിയെടുക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ ക്രിമിനൽ കുറ്റത്തിന് വകുപ്പ് അനുസരിച്ച് CRPC IPC അനുസരിച്ച് എടുക്കണം. ഇവിടെ റവന്യൂ നിയമങ്ങളുണ്ട് കയ്യേറ്റം ഒഴിപ്പിക്കാൻ. അത് ഒഴിപ്പിക്കാനുള്ള നിയമം അനുസരിച്ച് അല്ല എടുക്കേണ്ടത്. MM മണി പറയുന്നതനുസരിച്ച്, രാജേന്ദ്രൻ പറയുന്നതനുസരിച്ച് ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്റ്റേറ്റ് എന്നതിൻ്റെ നിർവചനം ജനാധിപത്യത്തിൽ നിന്ന് വളരെ വളരെ ദൂരെ എത്തി നിൽക്കുന്നു. ഇത് വളരെ അപകടകരമാണ്. മോഡി കൊണ്ടുവരുന്ന ഫാസിസം തന്നെയാണ്. ഞാൻ തിരിച്ചു പറയുന്നു, ഇതൊരു ഫാസിസ്റ്റ് നിലപാടാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. മോഡിയുടെ മന്ത്രിസഭയിൽ അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. മോഡി പറഞ്ഞതല്ലാതെ വേറെ ആരും പറയില്ല. അങ്ങനെയാണോ കേരള മന്ത്രിസഭ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ, അത് അന്വേഷിക്കാൻ P. രാജു ഇവിടെ വെച്ച് പറഞ്ഞില്ലെങ്കിലും എവിടെയെങ്കിലും വെച്ച് അത് അന്വേഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങളങ്ങനെ അംഗീകരിക്കുന്നില്ല തെളിവാണല്ലോ ഈ കാര്യങ്ങൾ നടപ്പാക്കിയത്. ഇതെല്ലാം ഇപ്പോൾ 144 പ്രഖ്യാപിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർ ആസ് എ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് അദ്ദേഹത്തിന് അധികാരമുണ്ട്. അതിന് പോലീസിൻ്റെ അംഗീകാരം വേണ്ട. ഏതെങ്കിലും ഭരണഘടനയെ പറയുന്നുണ്ടോ പോലീസിൻ്റെ അനുവാദം മേടിക്കുന്നുണ്ടോ? ഇല്ല. കളക്ടർക്ക് സമ്പൂർണ്ണമായ അവകാശമുണ്ട്. ആ അവകാശം നടപ്പാക്കിയത് അത് ഗവൺമെൻറ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയതാണ്. ആ ഗവൺമെൻറ് തീരുമാനത്തിലാണ് ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. ഈ മുഖ്യമന്ത്രി ഇറക്കിയ പോലെ ഒരു വാർത്താക്കുറിപ്പ് റവന്യൂ വകുപ്പും കൂടി ഇറക്കേണ്ടതായിരുന്നു ഈ യോഗത്തിന് ശേഷം. മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ മുഴുവൻ ഈ ഉദ്യോഗസ്ഥരെ വിമർശിച്ചുകൊണ്ടുള്ള, താങ്കളത് കണ്ടു കാണുമല്ലോ, അതിൽ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരെ വിമർശിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ്. അത് വായിക്കുന്നവരെന്താ വിചാരിച്ചത്? റവന്യൂ വകുപ്പും കൂടി ഒപ്പിട്ട തീരുമാനമാണ് ഈ വാർത്താക്കുറിപ്പിലുള്ളതെന്നാണ്. തെറ്റായ ധാരണയാണ്. കാരണം വെച്ചാൽ ഒന്ന്, ഉദ്യോഗസ്ഥന്മാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുന്നു എന്ന് പറയുകയും ഉദ്യോഗസ്ഥന്മാരെ കൂച്ചുവിലങ്ങിടുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിന് ഗുണകരമായ കാര്യമല്ല. ഉദ്യോഗസ്ഥന്മാർ AS ആയാലും IPS ആയാലും ഉന്നത ഉദ്യോഗസ്ഥന്മാർ വഴിതെറ്റിപ്പോകുന്നു എന്ന് കണ്ടാൽ അവരെ വിളിച്ച് ഉപദേശിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും അവകാശമുണ്ട്. ഇവിടെ ചെയ്തതല്ല. സബ് കളക്ടറും കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചെയ്തതെന്താ?
സർക്കാർ പറഞ്ഞ കാര്യം അതേപടി നടപ്പാക്കിയാൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടതിന് പകരം ഏതെങ്കിലും കുറേ കയ്യേറ്റക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ മന്ത്രി ഉണ്ടായിരിക്കാം, MLA മാരുണ്ടായിരിക്കാം, രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരിക്കാം, അവർക്ക് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നത് കേരളീയ ജനസമൂഹം അംഗീകരിക്കില്ല എന്നതിന് തെളിവാണ്. ഒരു കുരിശിന് വഴിയിലുള്ള കുരിശിനെ തൊട്ടാൽ കേരളം ഇളകി മറിയുമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച് പിറ്റേ ദിവസം പക്ഷേ കേരളത്തിൽ ഹർത്താൽ വരുമെന്നായിരുന്നു. ആരും ഉണ്ടായില്ല. മതമേലധ്യക്ഷന്മാർ മുഴുവൻ പറയുന്നത് തെറ്റാണ്. ഇവരും പറഞ്ഞു, ഇതിൻ്റെ ഉടമസ്ഥനും പറഞ്ഞു, ഈ സ്പിരിറ്റ് ഇൻ ജീസസ് ഞങ്ങളുടെ സ്ഥലമല്ല, ഞങ്ങളുടെ സ്ഥലമല്ല, ഞങ്ങളെ അപമാനിക്കരുത് എന്നാ പറഞ്ഞത്. അവരെഴുതി പരാതി കളക്ടർക്ക് നിവേദനം കൊടുത്തു. ഇപ്പോൾ ഉണ്ടായ സ്പിരിറ്റ് MM മണിയുടെ പ്രസ്താവനയിൽ നിന്നുണ്ടായ സ്പിരിറ്റാണ്. ഞാൻ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നില്ല. MM മണിയുടെ ഈ അനവസരത്തിലുള്ള ഒരു മന്ത്രിക്ക് യോജിച്ച നിലപാടല്ല അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നിന്നിരുന്നത്. മന്ത്രി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ എല്ലാ വിഭാഗം ജനങ്ങൾ, മന്ത്രിയായി സത്യപ്രതിജ്ഞാൽ, MLA ആയി സത്യപ്രതിജ്ഞ, ഒരു സഹകരണ സംഘത്തിൻ്റെ ബോർഡ് മെമ്പറായി സത്യപ്രതിജ്ഞ, തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പോരാട്ടം നടത്തിയത്, അത് കഴിഞ്ഞാൽ എല്ലാവരുടെയും ആളാണ്. അങ്ങനെ ഒരു ചിന്ത കേരളത്തിലെ മന്ത്രിയായ ശ്രീ മണിക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ലജ്ജിച്ച് തലതാഴ്ത്താൻ അതെ വേറെ മാർഗമില്ല എന്ന് മാത്രമേ സൂചിപ്പിക്കാനായി കഴിയൂ. ഇപ്പോൾ ശ്രീ എസ് രാജേന്ദ്രൻ വീണ്ടും ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. ശ്രീ എസ് രാജേന്ദ്രൻ, ഈ ചർച്ച തുടരുകയായിരുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായി ചർച്ച ചെയ്തു പോവുകയായിരുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാപ്പാത്തിച്ചോലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ തുടർന്നുണ്ടായ സംഭവങ്ങളോടുകൂടി മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ഏതാണ്ട് നിലച്ചു എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാമോ? ഇനിയിപ്പോൾ കയ്യേറ്റം ഒഴിപ്പിക്കാനായി ഈ ശ്രീറാം വെങ്കട്ടരാമനും അദ്ദേഹത്തിന് ഒപ്പമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും ഒന്നും മൂന്നാറിലേക്ക് വരില്ല എന്ന് ഉറപ്പാണോ താങ്കൾക്ക്? ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ആരോ ലജ്ജ തോന്നിയ ഒരാളുടെ മുഴുവൻ വാക്ക് ഞാൻ കേട്ടില്ല. ബഹുമാനീയനായ വ്യക്തിയോട് ഒരു കാര്യവും കൂടി ഞാൻ പറയുകയാണ്. ഇത്തരത്തില് ഈ വിഷയം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ ആരും പോയി എത്തേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ LDF ഗവൺമെന്റ് ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. കയ്യേറ്റം ഒളിപ്പിക്കും, കണ്ടെത്തും, ഒളിപ്പിക്കും, കണ്ടെത്തും, ഒളിപ്പിക്കും, സംശയം വേണ്ട. കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്ത് കോടിയേരി ട്രിബ്യൂണൽ കൊണ്ടുവന്നു. അത് ഗവൺമെന്റിനും വ്യക്തികൾക്കും തമ്മിൽ കയ്യേറിയ ഭൂമിയിൽ തിട്ടപ്പെടുത്തിക്കൊണ്ട് കുടിയേറ്റക്കാരുണ്ടെങ്കിൽ അവരുടെ അവകാശം നിലനിർത്തിക്കൊണ്ട് ബാക്കി ഗവൺമെന്റ് കണ്ടെത്താൻ കഴിഞ്ഞ ഗവൺമെന്റ് അത് അട്ടിമറിക്കുകയാണ് ചെയ്തത്. വീണ്ടും ആ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ പല ആളുകളും വീണ്ടും ഭൂമി വീണ്ടെടുക്കണം എന്നുള്ള നിലയിലേക്ക് വന്നത്. അങ്ങനെ വന്ന അവസരത്തിൽ ഓരോ അപസ്വരമാണ് വെങ്കട്ടരാമനെ കൊണ്ട് ഉണ്ടായത്. അത് ഉണ്ടായത് ഒരു ചെറിയ തോതിൽ പുച്ഛിച്ചു എന്ന് പറയുന്നവർക്ക് കാര്യഗൗരവം മനസ്സിലാക്കാഞ്ഞിട്ടാണ്. കാര്യഗൗരവം മനസ്സിലാക്കിയ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ ഒരു മതപരമായ വിഷയം വികാരപരമായി പോകുന്നതിനെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊടുക്കേണ്ട വില എന്തായിരിക്കും ലോകത്തിൽ എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉള്ള ആളുകൾക്ക് അറിയത്തുള്ളൂ. ആളുകൾക്ക് പുച്ഛിക്കാം. ശ്രീ എസ് രാജേന്ദ്രൻ, താങ്കളോട് ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ. കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് താങ്കളുടെ ഓർമ്മയിലുണ്ടല്ലോ. ആ നികൃഷ്ട ജീവി എന്ന് വിളിച്ചതിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഖേദപ്രകടനം നടത്തിയിട്ടില്ലല്ലോ. ആ സമയത്ത് മന്ത്രിയായിരുന്നവർ രൂപത എന്നാൽ രൂപ ത എന്നും അതിരൂപത എന്നാൽ അധികം രൂപ ത എന്നുമാണ് അർത്ഥമെന്ന് പറഞ്ഞതും താങ്കളുടെ ഓർമ്മയിലുണ്ടല്ലോ. അതൊന്നും വിശ്വാസികളെ വ്രണപ്പെടുത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുകയാണല്ലോ താങ്കളുടെ പാർട്ടിയും താങ്കളുമൊക്കെ. ഇപ്പോൾ കയ്യേറി സ്ഥാപിച്ച കുരിശ്, ഭൂമി കയ്യേറാൻ വേണ്ടി ഉപയോഗിച്ച കുരിശ്, അത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് പൊളിച്ചു നീക്കിയപ്പോൾ വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെട്ടു എന്ന് എങ്ങനെ പറയുന്നു താങ്കൾ? ഇതിലെ താങ്കളാണ് ഇത്രയും വിശദീകരണം രൂപതയ്ക്ക് രൂപതാന്നും. ഇല്ല, ഞാനല്ല. താങ്കൾക്ക് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ MA ബേബിയോട് ചോദിച്ചാൽ അറിയാം. അല്ല, ഞാൻ പറയട്ടെ, ഇതെല്ലാം താങ്കൾക്ക് ഇത്രയും ഒന്ന് വിശദീകരിക്കാൻ അവസരം കിട്ടിയതിൽ വളരെ വളരെ നല്ല കാര്യം ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞ താങ്കളുടെ പോയിന്റിലോട്ട് വരാം. ഇവിടെ ആ കുരിശുണ്ടായ സ്ഥലം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്നോട്ടെന്നോ അത് അടക്കവോ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഈ വിവാദം പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു ചാനൽ ഉൾപ്പെടെ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെ ഇരുന്നാണ്? ഒരൊറ്റ കുരിശിൻ മാത്രമാണ്. കുരിശിനെ നിലനിർത്തിക്കൊണ്ട് മാത്രമാണ്, കുരിശ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കുരിശിന് നിങ്ങൾ അത്ര പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു? നിങ്ങൾ ഇങ്ങനെ പുച്ഛിക്കുന്നത് പോലെ കുരിശ് ഒന്നും അല്ല എന്ന് ഏതെങ്കിലും സഭക്കാർക്ക് പറയാനൊക്കുവോ? ഈ കുരിശിരിക്കുന്ന സ്ഥലമെല്ലാം പട്ടയഭൂമിയാണെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉറപ്പിക്കാൻ പറ്റുമോ? ഈ സംസ്ഥാനത്തും മറ്റു സ്ഥലങ്ങളിലെല്ലാം
മതപരമായുള്ള ഇത്രയും അടയാളങ്ങൾ നിലനിർത്തിയിട്ടുള്ളതെല്ലാം സുപ്രീം കോടതി ഓർമ്മയുണ്ടല്ലോ. അതിന്റെ വിധി അനുസരിച്ചാണെങ്കിലും ഇതെല്ലാം നേരത്തെ പട്ടയം വാങ്ങിച്ചുകൊണ്ടാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ ഒക്കുവോ? ഇല്ല, നമുക്ക് അതൊന്നും ചോദിക്കണ്ട. ശ്രീ എസ് രാജേന്ദ്രൻ, ഇപ്പോൾ അല്ല, ഞാൻ ഒറ്റ കാര്യം, താങ്കൾ ദയവായി കേൾക്കുക. ഈ പാപ്പാത്തി ചോലയിലെ കുരിശിരിക്കുന്ന സ്ഥലത്തിന് പട്ടയമുണ്ടോ? ഞാൻ പറയുന്നത്, എനിക്ക് പറയാൻ അവസരം എന്താ, അല്ലെ പിന്നെ നമുക്ക് പിരിയാം. ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്നത് എന്റെ ഒരു വാക്ക് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തതിലിട്ട് കിടക്ക്. അപ്പം ഇത് എല്ലാം സാമൂഹ്യ വ്യവസ്ഥയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഭരണം നടത്തുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടും അതിന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാക്കൾ എന്നുള്ള നിലയ്ക്കും ഇതിനെയെല്ലാം ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെ, അത് തെറ്റില്ലാതാവൂല. ഇതുപോലെയുള്ള തെറ്റ് ഉണ്ടാവും എന്ന് ചിന്തിക്കാൻ കഴിയാത്ത ആളെ എങ്ങനെയാ ഉദ്യോഗസ്ഥനാവണേ? എങ്ങനെയാ ഉദ്യോഗസ്ഥനാവണേ? ശരി, താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ ഒരു ഒറ്റ ചോദ്യം, താങ്കൾ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മാത്രം മതി. ഈ പാപ്പാത്തി ചോലയിലെ കുരിശിരിക്കുന്ന സ്ഥലത്തിന് ആർക്കെങ്കിലും പട്ടയം ലഭിച്ചിട്ടുണ്ടോ? പട്ടയം ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ടത്. പട്ടയം ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. ശരി, സമ്മതിച്ചു. പട്ടയം ലഭിച്ചിട്ടില്ല എങ്കിൽ അത് ഗവൺമെന്റിന്റെ ഭൂമി തന്നെയല്ലേ. എന്തിനാ മറ്റൊരാളുടെ പുറത്തേക്ക് ഇത് അവരുടെ ഭൂമിയാണെന്ന് എന്തിനാ അവരുടെ തലയ്ക്ക് വെക്കുന്നത്? ഗവൺമെന്റിന്റെ ഭൂമിയിൽ കുരിശ് വെക്കാൻ ആർക്കാണ് അനുവാദം? അതാണ് ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞത്. ഇത് പരിശോധിക്കാൻ പോയാൽ ദുഃഖവെള്ളിക്ക് പോകുന്ന ആളുകള് ഇടുക്കി ജില്ലയിൽ ഉടനീളമുള്ള കുരിശുകളെല്ലാം എല്ലാ മണ്ടകളിൽ ഇപ്പൊ മൂന്നാറിൽ ഒരു കുരിശ് വെച്ചിട്ടുണ്ട്. മല കയറുന്നവർ മുസ്ലിം പള്ളിയുടെ നേരെ മണ്ടയ്ക്ക് മേളിൽ. ഇങ്ങനെ പരിശോധിക്കാൻ പോയതെല്ലാം പട്ടയം കിട്ടിയിട്ടാണോ കുരിശ് വെച്ചത്? ശ്രീ എസ് രാജേന്ദ്രൻ, അങ്ങനെ നമ്മൾ അതിനെ സാമാന്യവൽക്കരിച്ച് പറയാതെ നമുക്ക് സംസാരിക്കേണ്ടുന്ന വിഷയം പാപ്പാത്തി ചോലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കലാണല്ലോ. വേറെ ഒരിടത്തും കയ്യേറ്റം ഒഴിപ്പിക്കാൻ കുരിശോ അല്ലെങ്കിൽ മോസ്കോ അമ്പലമോ ഇടിച്ചു പൊളിച്ചിട്ടില്ലല്ലോ. പാപ്പാത്തി ചോലയിൽ കുരിശ് വെച്ചവരാരാണ്? ഈ ടോമി സക്കറിയ? ഇദ്ദേഹത്തിനെതിരെ ഭൂമി കയ്യേറിയതിന് കേസുകളില്ലേ? ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇതൊക്കെ താങ്കൾക്ക് അറിയാമല്ലോ നന്നായിട്ട്. ഓക്കെ, അവരെയൊന്നും സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, കുരിശിനെ ഇങ്ങനെ പൊളിക്കേണ്ടതില്ലായിരുന്നു, കഷ്ണങ്ങളായി മാറ്റേണ്ടതില്ലായിരുന്നു, JCB ഉപയോഗിക്കേണ്ടതില്ലായിരുന്നു. ഇത്രയേ ഉള്ളൂ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഈ കുരിശ് പൊളിച്ചതിന് ഒരു മതമേലധ്യക്ഷന്മാരും എതിർത്തിട്ടില്ല. കേരളത്തിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ അതിന് ശക്തിയായി എതിർക്കുന്ന ആളുകൾ. ഞാൻ ഇടയ്ക്ക് ഇടപെടണ്ടല്ലോ, ഞാനൊന്ന് സംസാരിച്ച് തീർത്തോട്ടെ. താങ്കളുടെ സുഹൃത്തു കൂടിയായ ശ്രീ പി രാജുവാണ്, CPIയുടെ നേതാവ് ശ്രീ പി രാജുവാണ് ചോദിച്ചത്. ആരായിക്കോട്ടെ, ആര് വേണേലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ആളുകളെല്ലാം ഒരു പ്രശ്നമായി ഉയർന്നു വരുമ്പോൾ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ സ്വയം ബോധ്യത്തോടുകൂടി നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ള ബാധ്യതയുണ്ട്. അല്ലാതെ ഒരു മേലധ്യക്ഷനും പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ പറയുമായിരിക്കും. പറയാതെ ഇരുന്നിരുന്നെങ്കിലോ അന്നേരം കാണാമായിരുന്നു ഇതിന്റെ ആഘോഷം എന്തായിരിക്കും. ശ്രീ എസ് രാജേന്ദ്രൻ, കയ്യേറ്റ ഭൂമിയിലെ കുരിശൊഴിപ്പിച്ചാൽ ഈ ഗവൺമെന്റിനെ ആരും കുറ്റപ്പെടുത്തില്ല. അങ്ങനെ കുറ്റപ്പെടുത്തിയാൽ ഈ ഗവൺമെന്റിനൊപ്പമായിരിക്കും ഈ പൊതുസമൂഹം. അത് തിരിച്ചറിയാൻ വൈകി എന്നതാണ് വസ്തുത. ഒരു വസ്തുതയില്ല. ഞങ്ങൾ വളരെ വ്യക്തതയോടുകൂടിയാണ് സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. പത്രമാധ്യമങ്ങളുടെ അജണ്ട നടപ്പിലായില്ല എന്നുള്ളതാണ്. പിന്നെ കൂടെയുള്ള ചിലർ ഇത് ബോധ്യപ്പെടാൻ വൈകും, ബോധ്യപ്പെടുന്നില്ല എന്നുള്ള വസ്തുതയുണ്ട്. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പത്രമാധ്യമങ്ങൾ പറഞ്ഞിട്ടൊന്നും അല്ല ശ്രീ എസ് രാജേന്ദ്രൻ റവന്യൂ വകുപ്പ് കയ്യേറ്റം ഒഴിപ്പിക്കാൻ ശ്രീറാം വെങ്കട്ടരാമനോട് ആവശ്യപ്പെട്ടതും അദ്ദേഹത്തെ അങ്ങോട്ട് അയച്ചതും ഏതെങ്കിലും പത്രമാധ്യമം പറഞ്ഞിട്ടൊന്നുമല്ല. ഇടതുമുന്നണി യോഗത്തിലെടുത്ത തീരുമാനമാണ്, മന്ത്രിസഭാ തീരുമാനമാണെന്ന് താങ്കളുടെ മുഖ്യമന്ത്രിയും കൂടി വിശദീകരിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും പത്രമാധ്യമം പറയുന്നത് നടപ്പാക്കാനാണ് റവന്യൂ മന്ത്രി ഇരിക്കുന്നെങ്കിൽ ആ മന്ത്രിയെ ഇറക്കി വിട്ടിട്ട് വേറെ ആരെങ്കിലും അവിടെ വെക്കണം. ഇന്നലെ കൂടിയ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലും റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചേ മതിയാവൂ എന്നാണ്. വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചേ മതിയാവൂ എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ഇത് എന്നോടാണ് ചോദ്യമെങ്കിൽ ഞാൻ പറയാം, വേറെ ആരും ഇടയ്ക്ക് ഇടപെടേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത്, ഈ തീരുമാനം എടുത്തത് റവന്യൂ വകുപ്പ് മാത്രം ഒറ്റയ്ക്കല്ല, LDFന്റെ തന്നെയാണ്. ആ തീരുമാനത്തിനകത്ത് പൊളിക്കാനും ആഘോഷിക്കാനും പത്രമാധ്യമങ്ങളുടെ അജണ്ട നടപ്പിലാവില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഈ കാര്യങ്ങൾ പത്രമാധ്യമം തീരുമാനിച്ചത് കൊണ്ടാണ് പൊളിക്കാൻ പോയതെന്നുള്ള അഭിപ്രായമൊന്നുമല്ല. പക്ഷെ നിങ്ങൾ കുറിച്ച് പൊളിപ്പിച്ചത് പത്രക്കാർ തന്നെയാണെന്നുള്ള കാര്യത്തിലാണ് എന്റെ സംശയവും. അപ്പൊ റവന്യൂ മന്ത്രി പത്രം പറയുന്നത് കേൾക്കുന്ന ആളാണോ? റവന്യൂ മന്ത്രി പറഞ്ഞത് വകുപ്പെടുത്ത തീരുമാനമാണെന്നാണ് പറഞ്ഞത്.
ഊളംപാറയ്ക്ക് വിടേണ്ട റവന്യൂ മന്ത്രിയെ വിടണം. പറയാം ഞാൻ നിങ്ങൾ എന്നെ തിരുത്തിക്കേണ്ടല്ലോ, ഞാൻ പറഞ്ഞു തീരട്ടെ. എസ് രാജേന്ദ്രൻ, താങ്കൾ നമുക്ക് അതിനകത്ത് സംശയം വരുമ്പോൾ താങ്കളോട് ചോദിക്കണ്ടേ? ഒരു ടെലിവിഷൻ ചർച്ചയിൽ അങ്ങനെ നമുക്ക് സംശയം വരുമ്പോൾ താങ്കളോട് അതിന് ക്ലാരിഫിക്കേഷൻ തരണ്ടേ? ഒരാള് ചോദിച്ചാ പോരെ, എന്തിനാ രണ്ടുപേര് ചോദിക്കണേ? രണ്ടുപേര് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അത് വളരെ വ്യക്തമാണ്. ഗവൺമെന്റ് നിശ്ചയിച്ചതനുസരിച്ച് പ്രവർത്തിക്കേണ്ടവർ ഇങ്ങനെയെല്ലാം പ്രശ്നം വരുമെന്ന് കണ്ടുകൊണ്ട് പ്രവർത്തിക്കാത്ത ആളിന് എന്ത് ഉദ്യോഗസ്ഥനാണ്? അത് ഒരു വകുപ്പ് ചുമതലപ്പെടുത്തിയതല്ലോ. ഇടയിടയ്ക്ക് ഞങ്ങൾ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന് ചിന്തിക്കുന്നത് എന്തിനാണ്? സഹ രാജേന്ദ്രൻ, ഇത് തീരുമാനിച്ചതും കുരിശു പൊളിച്ചതും റവന്യൂ മന്ത്രി അറിഞ്ഞിട്ടാണ് എന്ന് CPIയുടെ സെക്രട്ടറിയും റവന്യൂ മന്ത്രിയും ഇപ്പൊ സഖാവ് P. രാജു ഇവിടെ ഇരുന്ന് പറയുന്നു. അപ്പോൾ ഊളംപാറയ്ക്ക് വിടേണ്ടത്, കുറ്റം ചെയ്തത് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന സബ് കളക്ടർ അല്ല, കളക്ടറും റവന്യൂ സെക്രട്ടറിയും റവന്യൂ മന്ത്രിയുമാണ് എന്ന് തിരുത്താൻ സഖാവ് മണിയോട് പറയണം. അങ്ങനെ പറയേണ്ട ഒരു കാര്യവുമില്ല. കാര്യം ഇവരാരും കുരിശു പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവര് പറഞ്ഞല്ലോ. അല്ല, പറയട്ടെ, നിങ്ങൾ പറഞ്ഞതായിട്ട് പറയാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ഞാൻ ഉൾക്കൊള്ളുന്നില്ല. കാരണം ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ കുരിശ് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ചിഹ്നമാണ്, അടയാളമാണ്. അറിയാമല്ലോ. ശ്രീറാം വെങ്കിട്ടരാമൻ അല്ലല്ലോ പൊളിച്ചു, ഒരു JCB കാരനല്ലേ. ഇപ്പൊ ശ്രീറാം വെങ്കിട്ടരാമൻ പറയാതെ JCB പൊളിച്ചു എന്നാണോ? അതോ കളക്ടർ അറിയാതെ? അത് ഞാൻ പറഞ്ഞു വരാനേ, അത് ശ്രീറാം വെങ്കട്ടരാമൻ പറയാതെ പൊളിച്ചെന്നാണോ, അഥവാ JCB കാരൻ? ശ്രീറാം വെങ്കട്ടരാമൻ പറഞ്ഞിട്ടാണ് പൊളിച്ചത്. ശ്രീറാം വെങ്കട്ടരാമനോട് പറഞ്ഞത് റവന്യൂ വകുപ്പാണ്, റവന്യൂ വകുപ്പിനോട് പറഞ്ഞത് റവന്യൂ മന്ത്രിയാണ്, റവന്യൂ മന്ത്രിയോട് പറഞ്ഞത് CPI ആണ്, CPIയോട് പറഞ്ഞത് ഇടതുമുന്നണിയാണ്. ഇതാണ് അതിന്റെ വസ്തുത. ഇതൊന്നല്ല, ഈ കുരിശു പൊളിക്കാൻ ഇടതുമുന്നണി പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അങ്ങനെയാണ് കൈയേറിയ ഭൂമിയിൽ മുഴുവൻ കുരിശും തൃശൂലവും വെച്ചാൽ മതി, അത് പൊളിക്കാൻ പറ്റില്ല, നമുക്കത് അവസാനിപ്പിക്കാം. അങ്ങനെ അത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും അവസാനിപ്പിക്കാം. എന്റെ സ്റ്റാൻഡ് ഇത് തന്നെയാണ്. കുരിശു പൊളിക്കാൻ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ബാക്കി ആ ഭൂമി കയ്യേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ പേരിൽ കേസെടുക്കുകയോ നടപടി സ്വീകരിക്കുകയോ ഒക്കെ അവരെ ഒന്നും സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. അവരെയൊക്കെ സംരക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. ശ്രീ രാജേന്ദ്രൻ, ഏതായാലും നന്ദി താങ്കൾ പ്രതികരിച്ചതിന്. ഞാൻ വരാം. ശ്രീ PC വിഷ്ണുനാഥ്, താങ്കൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. പെട്ടെന്ന് MLA കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് പോയത്. ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ MM മണി വിശദീകരിച്ചതിന് ശേഷം രാജേന്ദ്രനും വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തീരുമാനമെടുക്കാമല്ലോ, മൂന്നാറിൽ എന്തെങ്കിലും നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ. ചർച്ച കേട്ട എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാകും മൂന്നാറിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്. അപ്പം മൂന്നാറല്ല പ്രശ്നം. ഞാൻ പറഞ്ഞത് ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗം നമുക്ക് ഓർമ്മയുണ്ടാകും. ആ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത്. ഈ ചർച്ച തുടങ്ങുന്നത് MM മണിയുടെ ഇന്നത്തെ ഒരു പ്രസംഗത്തിൻ്റെ ദൃശ്യങ്ങളും ശബ്ദവും കേൾപ്പിച്ചുകൊണ്ടാണ്. അതിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറയുന്നു. ശ്രീ CR നീലകണ്ഠൻ അതിൽ നിന്ന് ഒരു ഭാഗം കൃത്യമായി എടുത്ത് സൂചിപ്പിച്ചത് വെച്ചാണെങ്കിൽ അദ്ദേഹം ബാബറി മസ്ജിദിനെ ഉദാഹരിക്കുന്നത് അത് കൃത്യമായി സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ചെറുതോ വലുതോ ആയ ഒരു ആഹ്വാനമാണ്. സൂചന അതിൽ അടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തത് ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഗവൺമെൻറ്റിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ കോന്തനെന്നും ഊളംപാറയിലേക്ക് അയക്കണമെന്നും പറയുന്നത് അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാളുടെ പ്രവർത്തനത്തിൽ നിന്നും അയാളെ പിന്തിരിപ്പിക്കാൻ നടത്തുന്ന ഒരു ആസൂത്രിത ശ്രമമാണ്. ഈ പ്രസംഗം കേട്ട് ഭയപ്പെട്ട് അദ്ദേഹം നാളെ മുതൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദി ഈ മന്ത്രിയാണ്. അപ്പോൾ ഭരണഘടനാ ലംഘനം, സത്യപ്രതിജ്ഞാ ലംഘനം, കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ആഹ്വാനം, R. ബാലകൃഷ്ണപിള്ളയ്ക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട പഞ്ചാബ് മോഡൽ പ്രസംഗത്തെക്കാൾ എത്രയോ ഗുരുതരമാണ് ശ്രീ MM മണിയുടെ പ്രസംഗം. അതാണ് ഇന്നത്തെ ചർച്ച. എനിക്ക് ഇവിടെ മംഗളം ചാനലിൽ ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെല്ലാം, ഇടുക്കി ജില്ലയിൽ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഫേസ്ബുക്കിൽ വന്ന് എന്തൊരു വികാര പ്രകടനമായിരുന്നു. ആ വികാരികളെ ആരും ഇപ്പോൾ കാണുന്നില്ലല്ലോ. 36 പേര് ഒപ്പിട്ട പ്രസ്താവന പിറ്റേ ദിവസം വന്നു. മുതിർന്നവരെയും മുതിരാത്തവരെയും ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ. കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെല്ലാം കാശിക്ക് പോയോ? ഈ ഒരു മിടുക്കനായ IASകാരനെ ഇത്തരത്തിൽ കോന്തനെന്നും ഊളംപാറയിൽ അയക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭരണഘടനാ ലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവും കുഴപ്പത്തിന് ആഹ്വാനവും നടത്തുമ്പോൾ ഇവരെല്ലാം കാശിക്ക് പോയിരിക്കുകയാണോ? എവിടെ ഓടി ഒളിച്ചിരിക്കുകയാണ്? അതാണ് ഗുരുതരമായ പ്രശ്നം.
അതാണ് ചർച്ച ചെയ്യേണ്ട വിഷയം. ശ്രീ പി സി വിഷ്ണുനാഥ്, ഇത് രാഷ്ട്രീയ സംരക്ഷണം എങ്ങനെയാണ് UDF ഇക്കാര്യത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ പോകുന്നത്? റവന്യൂ വകുപ്പ് ഏതാണ്ട് ഇപ്പോൾ ഒറ്റപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാർത്തകൾ ശരിയാണെങ്കിൽ, റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ LDF യോഗത്തിലും റവന്യൂ വകുപ്പിന് വലിയ പിന്തുണ ഉണ്ടായിരുന്നില്ല, വകുപ്പ് ഒറ്റപ്പെട്ടു. ഇനിയിപ്പോൾ കാനൻ രാജേന്ദ്രൻ പറഞ്ഞ പോലെ JCB ഇല്ലെങ്കിലും ഞങ്ങളുടെ നിശ്ചയദാർഢ്യം കൊണ്ട് ഈ നടപടികൾ മുന്നോട്ട് പോകുമെന്നാണ്. അങ്ങനെ നിശ്ചയദാർഢ്യം മാത്രം കൈമുതലുള്ള ഒരു വകുപ്പിനെ പ്രതിപക്ഷം അകമഴിഞ്ഞ് പിന്തുണയ്ക്കുമോ? എനിക്കാണെങ്കിലും CR നീലകണ്ഠനാണെങ്കിലും വിജയകുമാറിനാണെങ്കിലും നൽകാൻ കഴിയുന്നത് ധാർമ്മിക പിന്തുണയാണ്. പ്രവർത്തിക്കാനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ലെങ്കിൽ ഈ വർത്തമാനത്തിൽ വാചകടിയിലൊന്നും ഒരു കാര്യമില്ല. ആ ഉദ്യോഗസ്ഥൻ സമ്പൂർണ്ണമായി കീഴടങ്ങേണ്ടി വരും. ശരി, അതാണ് അതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തം. ഞാൻ അവസാനമായി ശ്രീ പി രാജു, താങ്കൾക്ക് S രാജേന്ദ്രനോട് എന്തോ ചോദിക്കണമെന്നുണ്ടായിരുന്നു, നമുക്ക് ആ സമയം അതിന് കിട്ടിയില്ല. എന്തായിരുന്നു? അല്ല, ഞാനത് അപ്പം തന്നെ ചോദിച്ചല്ലോ. ഇവിടെ ഇപ്പോൾ വിഷ്ണുനാഥ് പറഞ്ഞല്ലോ, പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയപ്പോൾ ബാലകൃഷ്ണപിള്ള രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്ക് ഉള്ളിൽ ഞങ്ങൾ സത്യാഗ്രഹം നടത്തി. ആ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഞാൻ ആ സമരത്തിൽ ആ 7 ദിവസക്കാലം പങ്കെടുത്താണ്. ശ്രീ നാണുമാഷ് ഉണ്ടായിരുന്നു, കബീർ ഉണ്ടായിരുന്നു, അങ്ങനെ പങ്കെടുത്ത. 7ാമത്തെ ദിവസം കോടതി പറഞ്ഞു ബാലകൃഷ്ണപിള്ള രാജിവെക്കണം. ഇവിടെയും ആ ഭരണഘടനാ ലംഘനമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയത് തെറ്റാണെങ്കിൽ മണിയുടെ പ്രസംഗവും തെറ്റാണ്. ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഒരു IAS ഉദ്യോഗസ്ഥൻ സർക്കാരിന് വേണ്ടി സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചാൽ ആ തീരുമാനം എനിക്ക് വ്യക്തിപരമായോ അല്ലെങ്കിൽ എൻ്റെ തൽപര കക്ഷികൾക്ക് വ്യക്തിപരമായ ദോഷം ചെയ്യുന്ന വിഷയമാണെങ്കിൽ അയാൾ വന്ന വഴി തിരിച്ചു പോവില്ല, കൈയും കാലും വെട്ടിക്കളയും എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ആ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരായി സമരം നടത്തിയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ മുന്നണി. അതിന് നേതൃത്വം നൽകിയ, ഞങ്ങളോടൊപ്പം നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യത്തിൽ ഗൗരവതരമായി ഇടപെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ CR, അവസാനമായി ഈ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ചർച്ചകളിൽ പറയാമെന്ന അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് CITUവിൻ്റെ സമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി, അതേ ആശയം തന്നെ എം എം മണിയുടേതായ ഒരു രീതിയിൽ അങ്ങ് അവതരിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ഒരു വാമൊഴി വഴക്കത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പണ്ട് നമ്മൾ ചർച്ച ചെയ്ത വാമൊഴി വഴക്കം, ചാനൽ ചർച്ച ചെയ്ത, ഇവിടെ ഒരു വാമൊഴി വഴക്കമുണ്ട്. വളരെ കൃത്യമാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് മണി ഒരു ഇടുക്കി ഭാഷയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു. മാത്രവുമല്ല, മുഖ്യമന്ത്രി ഒരിക്കലും ഒരു ഭരണഘടനാ ലംഘനം വരുന്ന രൂപത്തിൽ പറഞ്ഞില്ല. ഒരുപക്ഷെ ഉദ്യോഗസ്ഥരോട് ഒരു ശകാരിച്ചു, ഒരു മുഖ്യമന്ത്രിക്ക് തൻ്റെ അഭിപ്രായം ഉദ്യോഗസ്ഥരോട് പറയാം. പക്ഷേ ഇവിടെ അതൊന്നുമല്ല. ഉദ്യോഗസ്ഥരെ കയ്യും കാലും തല്ലിയൊടിക്കും, ഓളം പാറയ്ക്ക് വിടണം. ഞാൻ പറയുന്നത് ഇത് കേവലം ഭരണഘടനയുടെയോ അതൊക്കെ മുഖ്യമന്ത്രിയുടെയോ ഒന്നും ഒരു പ്രശ്നമല്ല. കേരളീയ പൊതുസമൂഹം നാണം കെട്ടുപോയൊരു വിഷയമാണ്. അതുകൊണ്ട് അതിനെതിരെയാണ് ഇപ്പോൾ വിശ്വനാഥ് പറഞ്ഞ പോലെ സാംസ്കാരിക നായകന്മാരെ നമ്മളിത് ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. എനിക്കും വിശ്വനാഥിനും ഈ കേരളത്തിൽ ആർക്കോ ഒറ്റ കാര്യം കൂടി പറയാം. ഇവിടെ ഇതേ ചാനലിരുന്നുകൊണ്ട് ഈ ശ്രീ S രാജേന്ദ്രൻ ഇതിന് മുമ്പ് ഒരു ദിവസം പറഞ്ഞു, അതായത് ഇദ്ദേഹത്തിന് ഈ പൈസ മുഴുവൻ ഈടാക്കണം. ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെ ശ്രീറാം വെങ്കിട്ടരാമൻ ഇന്ന് പൈസ ഈടാക്കാൻ തീരുമാനിച്ചാൽ ഞാനിപ്പോൾ ആം ആദ്മി പാർട്ടി എന്നടക്കം കേരളത്തിലെ പൊതുസമൂഹം പറയുന്നു ആ പൈസ കേരളം പിച്ചെടുത്ത് കൊടുക്കും. കാരണം ഒരു പൈസ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല. അത് അദ്ദേഹം ചെയ്തത് എനിക്കും നിങ്ങൾക്കും ഈ കേരളത്തിനും വരുന്ന തലമുറയ്ക്കും വേണ്ടി. ഇന്ന് ഭൂമി ദിനത്തിലാണ് നമ്മളിത് ചർച്ച ചെയ്യണേ. ഭൂമി ദിനത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഭൂമിയെ സംരക്ഷിക്കാൻ അദ്ദേഹം ചെയ്ത പ്രവർത്തനം, നിയമപരമായ പ്രവർത്തനത്തിന് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പോയാൽ അതിനുള്ള തിരിച്ചടി കേരളീയ സമൂഹത്തിൽ നിന്ന് കിട്ടും. നമുക്ക് സമയം അതിക്രമിച്ചതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രധാന വിഷയം അതിൻ്റെ പരിഗണനയിൽ വന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. കാരണം പോലീസിലാണോ റവന്യൂ വകുപ്പിലാണോ RSSകാർ കൂടുതലുള്ളത് എന്നുകൂടി ചർച്ച ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അതിന് സാവകാശം കിട്ടിയില്ല. അതായത് മറ്റൊരു ദിവസത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ PC വിഷ്ണുനാഥ്, ശ്രീ P രാജു, ശ്രീ CR നീലകണ്ഠൻ, ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ച ശ്രീ S രാജേന്ദ്രൻ MLA, എല്ലാവർക്കും നന്ദി.